അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഫാർമക്കോളജി ഓഫ് വജൈനൽ കോൺട്രാസെപ്റ്റീവ്സ്. എന്താണ് ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നുള്ളതും നോൺ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വജൈനൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് ഫീമെയിൽസിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. വൺ ഓഫ് ദ ബർത്ത് കൺട്രോൾ ഓപ്ഷൻ ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വജൈനയിൽ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെയാണ് നമ്മൾ വജൈനൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് 5 ടൈപ്സുകളാണ് ഉള്ളത്. കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ച്, ഡയഫ്രം, cervical cap and cervical shield, then female condom, vaginal ring, and other vaginal contraceptives like vaginal foam, spermicidal jelly, and tablet suppositories or pessaries. അപ്പോൾ ഇങ്ങനെ 5 ടൈപ്പ് ആയിട്ടാണ് നമുക്ക് വജൈനൽ കോൺട്രാസെപ്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ആണ് കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ച് എന്ന് പറയുന്നത്. കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ച് എന്ന് പറയുന്നത് ദീസ് ആർ സോഫ്റ്റ് ഡിസ്ക് ഷേപ്ഡ് ഡിവൈസസ് വിത്ത് എ ലൂപ്പ് ഫോർ ടേക്കിംഗ് ഇറ്റ് ഔട്ട്. സോ ഇതെല്ലാം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെർമിസൈഡൽ ആക്ഷൻ ഉള്ള ഒരു component നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് polyurethane foam which contain an spermicidal chemical which is known as nonoxynol 9. So this spermicidal drug or chemical will kill the sperm. So we will insert this contraceptive sponge by wetting it in a way that it will block the cervix. Okay. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് യു ഹാവ് ടു വെറ്റ് ഇറ്റ് വിത്ത് വാട്ടർ until it become a foamy nature, and then we'll gently squeeze it, and then we will fold it to elongate it. Then we will insert this in vagina, and we will make sure that it will cover the cervix. cervixനെ കവർ ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അതിനെ ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളതാണ്. So we have already mentioned there is an spermicidal chemical which is known as nonoxynol 9 which will kill the sperms, and also they will block the cervix from sperm entry. Okay, ഇപ്പൊ സെർവിക്സിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്പേമിന്റെ എൻട്രി, സ്പേം യൂട്രസിലോട്ട് കയറിയതിന് ശേഷം ഓവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സൈഗോട്ട് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സ്പേമിന്റെ എൻട്രീനെ തടയുക എന്നുള്ളതാണ്. ആൻഡ് ആൾസോ ഹാവ് ആൻ സ്പെർമിസൈഡൽ ആക്ഷൻ ഡ്യൂ ടു ദിസ് നോനോസൈനോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ. Now, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എത്ര ടൈമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. യൂഷ്വലി വി ക്യാൻ ഇൻസേർട്ട് ദിസ് കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ച് ബിഫോർ 24 hours ഓഫ് ഹാവിങ് സെക്സ്. ഇന്റർകോഴ്സ് നടക്കുന്നതിന്റെ ഒരു 24 hours മുന്നേ ഒക്കെ നമുക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഹാവ് ടു കീപ് ഇറ്റ് ഫോർ അനദർ 6 hours ആഫ്റ്റർ ദ ഇന്റർകോഴ്സ് കഴിഞ്ഞിട്ട് ഈ സ്പെർമിസൈഡൽ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ പിന്നെയും നമ്മൾ കീപ്പ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഓർ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ലോങ്ങർ ദാൻ 30 hours. 30 മണിക്കൂർ കൂടുതൽ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കാനും പാടില്ല. ഓക്കെ, അതാണ് കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. Now there are some pros and cons for this contraceptive sponge. Pros are ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് these are affordable, easy to use, and do not hinder the fertility. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ ലീഡ് ടു ഇറഗുലർ ബ്ലീഡിങ് ആൻഡ് ഇറ്റ് മേ ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി, ആൻഡ് ഇറ്റ് ഡു നോട്ട് കണ്ടെയ്നിങ് എനി കൈൻഡ് ഓഫ് ഹോർമോൺ. സോ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസുകളും ഇമോഷണൽ ആൻഡ് അതിലുള്ള ചേഞ്ചസുകളൊന്നും ഈ പറയുന്ന പോലെ ക്രാംസുകളോ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന എതീറോസ്ക്ലിറോസിസിനുള്ള ചാൻസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോണിന്റെ ഒക്കെ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ബട്ട് ദ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് 84 to 80% മാത്രമേ എഫക്റ്റീവ് ഉള്ളൂ. വി കനോട്ട് അഷ്യൂർ ഓർ ദ കോൺട്രാസെപ്ഷൻ ആൻഡ് ഡു നോട്ട് പ്രൊട്ടക്ട് ഫ്രം STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നൊന്നും നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല.
and spermicide may increases the health risk. ചില സമയത്ത് spermicidal ഇറിറ്റേഷൻസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇത് ഉണ്ടാക്കുക. ഓക്കെ, സോ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു. ആദ്യം ഈ സ്പോഞ്ചിനെ വെറ്റ് ചെയ്യണം. And we will place it in vagina to cover the cervix in such a way that the loop side down. അപ്പോൾ ഇതിനുള്ള ഒരു ലൂപ്പ് ഉണ്ട് നമുക്ക് പുൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ആ ലൂപ്പ് ഡൗൺ ആവുന്ന രീതിയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആൻഡ് 24 hours വരെയൊക്കെയാണ് മാക്സിമം നമ്മൾ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം 6 hours നമ്മൾ we have to left it for their spermicidal action to prevent the pregnancy, and it should be taken within 30 hours of when it is inserted. Okay, അപ്പോൾ പറഞ്ഞു ഓൾറെഡി കംഫർട്ടബിൾ ആണ്. one of the main advantages, it is available without the prescription, so we don't have to consult a doctor and he don't have to prescribe it. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർകോഴ്സിന് മുന്നേ ആയിട്ട് അത് നിർബന്ധമായിട്ടും നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവണം. അലർജിക് റിയാക്ഷൻസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ സം പേഴ്സൺസ് ഇറ്റ് മേ ഡിഫിക്കൽട്ട് ടു റിമൂവ്. ഓക്കെ, റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ദിസ് ഈസ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് വജൈനൽ കോൺട്രാസെപ്റ്റീവ്, ദാറ്റ് ഈസ് കോൺട്രാസെപ്റ്റീവ് സ്പോഞ്ച്. Now second one is contraceptive diaphragm or contraceptive cervical cap and cervical shield. ഇതെല്ലാം ചെയ്യുന്നത് സ്പെർമിസൈഡൽ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്പെർമിസൈഡൽ കെമിക്കൽസ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. All this will block the sperm from entering into the cervix and reaching the egg for the fertilization or implantation. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മറ്റതിന്റെ പോലെ ഒരു സ്പെർമിസൈഡൽ ആക്ഷൻ ഇതിന് അസച്ച് ഇല്ല. ഇതിനുള്ളത് നമ്മൾ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ്. ദേ വിൽ ബ്ലോക്ക് ദ സ്പേം ഫ്രം എൻറ്ററിങ് ദ സെർവിക്സ് ആൻഡ് റീച്ചിങ് ഇൻ ടു ദ എഗ് ഓർ ഓവം. സോ ദീസ് ത്രീ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്. ഡയഫ്രം ആണെങ്കിലും സെർവൈക്കൽ ക്യാപ്പ്, സെർവൈക്കൽ ഷീൽഡ്, ഇത് മൂന്നും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബാരിയേഴ്സുകളാണ്. ഇൻ കേസ് ഓഫ് ഡയഫ്രം, ദിസ് ഈസ് എ ഷാലോ ലാറ്റക്സ് കപ്പ്. ഒരു കപ്പാണ്, ഷാലോ ലാറ്റക്സ് കപ്പാണ്. And these are available in different size, which is depends on the age as well as number of pregnancy which the woman already carried out. അതിനൊക്കെ അനുസരിച്ച് ഡോക്ടർ മെഷർ ചെയ്തിട്ടാണ് ഇതിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. It can be self administered, that is the advantage, and used only when expect to be intercourse നടക്കുന്നുണ്ടെന്നെങ്കിൽ മാത്രം ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മൾ കോപ്പർ ടീ അങ്ങനെയുള്ള ഒരു പെർമനന്റ് പോലെയുള്ള ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ളതല്ല. ദെൻ ഡിസഡ്വാൻറ്റേജ്, മസ്റ്റ് ഹാവ് ആൻ പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. ആൻഡ് മസ്റ്റ് ബി ഇൻസേർട്ടഡ് prior the intercourse which take away from spontaneity. ഓക്കെ, എടുത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. അത് കുറച്ച് സമയം മാത്രമേ നമുക്ക് അതിന് ആക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. We have to consult a doctor, and doctor will perform an vaginal examination to choose appropriate diaphragm size. അപ്പോൾ അതിന്റെ ഡയഫ്രത്തിന്റെ സൈസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വേണം. Then insertion, നമ്മൾ യൂഷ്വലി we will place the spermicide in the cup, അല്ലെങ്കിൽ ഈ ഒരു ഡയഫ്രത്തിന്റെ മുകളിൽ നമ്മൾ spermicide നമ്മൾ അപ്ലൈ ചെയ്യണം. And then we will fold and we will insert into the vagina, and we will make sure that it is covering the cervix and it will fit behind the pubic bone. Okay, ആ രീതിയിലാണ് സാധാരണഗതിയിൽ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. So we have to consult a doctor, and then we have to select an optimum sized diaphragm, and then we will place the spermicide on the diaphragm, and we will fold it and we will insert, and we have to make sure that it is covering the cervix. Okay, ഇനി we have to insert this before 2 hours of sex. മറ്റേത് നമുക്ക് 24 hours മുന്നിലാണ്. സ്പോഞ്ചിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ സമയത്ത് 24 hours മുന്നെങ്കിലും നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. We have, in this case, ഡയഫ്രത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2 hours before the sex ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. And we can left it for we have to left it for 6 hours after the sex, and it should not be worn longer than 24 hours. 24 മണിക്കൂർ കൂടുതൽ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല.
Now, how do they work? എങ്ങനെയാണിത് ഇതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് പ്രിവെന്റിങ് പ്രഗ്നൻസി? So it will block the sperm by block the sperm from passing through the cervix. Cervixനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തതെന്നുള്ളതുകൊണ്ട് സെർവിക്സിലോട്ടും യൂട്രസിലോട്ടും സ്പേം കയറുന്നതിനെ ബ്ലോക്ക് ചെയ്യുക, ഒരു ഫിസിക്കൽ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. So with the help of spermicide, it will also destroy the sperms in the vagina. Okay. Now the pros, the advantage എന്ന് പറയുന്നത് do not containing any hormones. So hormonal contraceptive യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഡിസഡ്വാൻറ്റേജുകളോ അല്ലെങ്കിൽ ADRകളോ ഒന്നും ഉണ്ടാവില്ല. And it is reusable for up to 2 years. This is a plastic thing. Okay. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തിട്ട് 2 years വരെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. And effective as soon as they are inserted, because it is a physical barrier. There is no hindrance and there is no effect on fertility. Fertility-നെ പെർമനന്റ് ആയിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനില്ല. But there are some cons. First of all, ഇത് ഒരു we have to consult an doctor. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രിസ്ക്രിപ്ഷൻ നീഡഡ് ആയിട്ടുള്ള തിങ്സ് ആണ്. It is not easily available in the market. And 83% is the efficacy. So there is no assurance that it will completely prevent the pregnancy. Okay. And they do not protect from STDs. STDs എന്നൊന്നും protection തരുന്നില്ല. And it must be inserted before each intercourse and may cause some bladder infection, urinary bladder infections cause ചെയ്യാനുള്ള chances. Okay. So that is the first one, contraceptive diaphragm. Now coming to the second thing, that is cervical cap. Cervical cap എന്ന് പറയുന്നത് ഒരു തിമ്പിൾ ഷേപ്ഡ് ആയിട്ടുള്ള ലാറ്റക്സ് കപ്പാണ്. ഇതാണ് അതിന്റെ ഒരു പിക്ചർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. This is also available in the different shape. So again, ഇതും ചില സമയത്ത് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടതായിരിക്കും. There are some advantages. This is more comfortable and less messy than diaphragm. When compared with diaphragm compare ചെയ്യുന്ന സമയത്ത് അത്രത്തോളം മെസ്സി അല്ല. And can be left in place longer than the diaphragm. Diaphragm യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ long duration ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Sometimes it may protect sexually transmitted disease as well as pelvic inflammation disease and cervical cancer. But there are some disadvantage. Insertion and removal is difficult when compared with the diaphragm as well as the sponge. And it may some dislodge during intercourse. Intercourse നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പുറത്തോട്ട് പോരാനുള്ള ചാൻസ് ഉണ്ട്. And there are some chances for vaginal odor. അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറാനുള്ള ചാൻസസുകളുണ്ട്. Again, same as that of diaphragm. ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് it will block the sperm from entering to the cervix, and also with the help of spermicide it will destroy the sperm in the vagina. And we have to insert this before 2 hours before the sex, and we have to left it for another 6 hours after the sex, and it should not be used no longer than 48 hours. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് 24 hours-നേക്കാളും കൂടുതലാണ് ഡയഫ്രം യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. ബട്ട് ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ, അല്ലെങ്കിൽ 48 hours വരെയൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മൾ വി ഹാവ് ടു അപ്ലൈ ദ സ്പെർമിസൈഡ് ഓൺ ദ ക്യാപ്, ദെൻ വി വിൽ ഫോൾഡ് ഇറ്റ്, then we will make sure that it is blocking the cervix. Cervix-നെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സർവൈക്കൽ ഷീൽഡ്. സർവൈക്കൽ ഷീൽഡ് എന്ന് പറയുന്നതും അനദർ ബാരിയർ, ഫിസിക്കൽ ബാരിയർ ആണ്. സിലിക്കൺ കപ്പ് ദാറ്റ് ഹാസ് വൺ വേ വാൾ ദാറ്റ് ക്രിയേറ്റ് ദ സക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇറ്റ് ടു ഫിറ്റ് അഗൈൻസ്റ്റ് ദ സർവിക്സ്. ഇതിന് ഡിഫറെന്റ് സൈസുകളൊന്നുമില്ല, ഒറ്റ സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ സർവിക്സിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർവിക്സിന് ഫിറ്റ് ആവുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതും അഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് ദർ ഇസ് നോ ഹോർമോണൽ ചേഞ്ച്, അല്ലെങ്കിൽ ഹോർമോണലിൽ മാറ്റമൊന്നും വരുന്നില്ല. ദിസ് ഇസ് നോട്ട് ആൻ പെർമനന്റ് വൺ ആൻഡ് ഇമ്മീഡിയറ്റ്ലി എഫക്റ്റീവ് ആണ്, ആസ് ഇറ്റ് ഈസ് ആൻ ഫിസിക്കൽ ബാരിയർ. And there are some disadvantages, like it may increases the vaginal odor, it may cause some cervical damage, and fitting is very necessary to ensure the prevention of pregnancy. Okay. അപ്പോൾ ഇതാണ് സർവൈക്കൽ ഷീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദീസ് ത്രീ, ഈ പറഞ്ഞ ഡയഫ്രം ആണെങ്കിലും സർവൈക്കൽ ക്യാപ്പ് ആണെങ്കിലും
cervical shield ആണെങ്കിലും we have to apply an spermicide to block or kill the sperm. Then we have to place into the vagina to cover the cervix. So by covering the cervix, we will make sure that there is no entry of sperm to cervix as well as uterus. So there will not be any fertilization. Okay. അപ്പോൾ അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. And then all the three barriers, diaphragm, cervical cap as well as cervical shield, has to be placed 6 to 8 hours after the sex to make sure that there is no entry of entry of sperm into the cervix. Okay. ഇനി ഡയഫ്രം 24 അവേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ക്യാപ്പും അതുപോലെ തന്നെ ഷീൽഡും ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കെപ്റ്റ് ഇറ്റ് ഫോർ 48 അവേഴ്സ്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് vaginal contraceptive, diaphragm, cervical cap and cervical shield. Now third one is female condom. അപ്പോൾ മെയിൽസിൽ യൂസ് ചെയ്യുന്ന കോണ്ടത്തിനെ പോലെ തന്നെ ഫീമെയിൽസിലും നമുക്ക് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടംസുകൾ അവൈലബിൾ ആണ്. And so this is also a physical barrier. It will keep sperm from getting into the cervix as well as uterus. And usually when compared with the other three, that is diaphragm, cervical cap as well as cervical shield, female condom is very very thin and which is made up of flexible man-made rubber. ഓക്കെ, വിത്ത് ലൂബ്രിക്കന്റ് ഉള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ്, വളരെ തിൻ ആയിട്ടുള്ള രീതിയിലുള്ള ഫ്ലെക്സിബിൾ മാൻമെയ്ഡ് റബ്ബർ കൊണ്ട് മേഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ബാരിയർ ആണ്, ഫിസിക്കൽ ബാരിയർ ആണ് ഫീമെയിൽ കോണ്ടം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് അപ് ടു 8 hours ബിഫോർ ഹാവിംഗ് സെക്സ് ആൻഡ് we have to use new condom each time when there is an intercourse. അപ്പോൾ ഒരേ സമയം do not use the this is separate from male condom. Male condom അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫീമെയിൽ കോണ്ടം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. സോ മെയിൽ കോണ്ടം അല്ല, ഫീമെയിൽ കോണ്ടം ആണ്. വി ഹാവ് ടു യൂസ് ഈച്ച് കോണ്ടം ഫോർ ഈച്ച് ഇന്റർകോഴ്സ്. ഓരോ ഇന്റർകോഴ്സിന്റെ സമയത്ത് നമ്മൾ ഓരോ ഫ്രഷ് ആയിട്ടുള്ള കോണ്ടം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫീമെയിൽ കോണ്ടത്തിന്റെ ഒരു പിക്ചർ, അതിന്റെ ഇൻസേർഷൻ മെത്തേഡ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ഈസ് perfectly prevent the sexually transmitted disease. Okay, ഒരു ഫിസിക്കൽ പക്ക ഒരു ഫിസിക്കൽ ബാരിയർ ആണ്. So it will prevent the sexually transmitted diseases and this is available without prescription also. And the disadvantages are it may be noticeable during sex. So that feeling, ഒരു ബാരിയർ ഉണ്ട് എന്നുള്ള ഫീലിംഗ് നന്നായിട്ട് നോട്ടീസ് ചെയ്യപ്പെടും. And there is a chance for break or leakage of this condom. So the success rate can be assured. സക്സസ് റേറ്റ് നമുക്ക് ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺ ടൈംസ് വെൻ കമ്പയർഡ് വിത്ത് ദ ഷീൽഡ് ആസ് വെൽ ആസ് ക്യാപ്പ്. ഡയഫ്രത്തിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു സിംഗിൾ യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫീമെയിൽ കോണ്ടം. Now fourth type of vaginal contraceptive is vaginal ring. So these are some thin flexible ring which containing some hormones like progestin as well as estrogen. അപ്പോൾ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പറഞ്ഞ സമയത്ത് ഹോർമോണൽ ഡ്രഗ്സുകൾ നമ്മൾ ഓറലി കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദീസ് ആർ ദ റിങ്സ്, തിൻ ഫ്ലെക്സിബിൾ റിങ്സ് which will release some hormones like progestin as well as estrogen. Okay, so mechanism of action, they will work by stopping ovary from releasing of ovum or egg. So it will also thicken the cervical mucosa, so which will keep sperm from joining with the egg. ഇപ്പോൾ cervical mucosയിലോട്ട് spermന്റെ എൻട്രി തടയാൻ വേണ്ടിയിട്ട് cervical mucosനെ thicken ചെയ്യുന്നുണ്ട്. And also it will work by stopping ovary from releasing of ovum. ovum റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ നോർമൽ ആയിട്ടും ഇനി sperm പെനട്രേറ്റ് ചെയ്താൽ പോലും അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. Okay, so the administration of vaginal ring, we will squeeze the ring between the thumb and index finger and we will insert into the vagina. Okay, usually it can wear for 3 weeks and we have to take it out for the week that have women's period, menstrual cycle ഉണ്ടാവുന്ന സമയത്ത്, menstruation ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് we have to remove it, we have to take it out, and after the menstruation we have to put a new ring. Okay, so that is the administration. അപ്പോൾ ഇതുപോലെയുള്ള റിങ്ങുകളാണ് vaginal ring എന്നുകൊണ്ട്, which containing progestin as well as
ഈസ്ട്രജൻ. അപ്പോൾ ഈസ്ട്രജനും പ്രൊജസ്റ്റിന്റെയും കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹോർമോണൽ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് വജൈനൽ റിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വജൈന to stop the ovary from releasing egg as well as to thicken the cervical mucosa. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. Now there are some advantages. It is effective and reversible. Whenever we want to remove this, we can remove it, and this is effective also, and it is also comfortable when compared with the female condom as well as ബാക്കിയുള്ള നമ്മളെ ക്യാപ്പുകളായാലും ഡയഫ്രത്തിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോർ കംഫർട്ടബിൾ ആണ്. And minimal side effects. There are some disadvantages. It need a prescription. It is not an easily available drugs. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് പ്രിസ്ക്രിപ്ഷൻ അതിന്റെ ഈസ്ട്രജന്റെയും പ്രൊജസ്റ്ററിന്റെയും ഡോസ് ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ഈസ് നീഡഡ്. Now ring may be followed even though it is uncommon. There are some chances, so we cannot assure the prevention of pregnancy, and some case it may cause vaginal discomfort as well as irritations. So these are the different disadvantages of vaginal rings. Okay, now fourth one, other type of vaginal contraceptive. So there are three type of other vaginal contraceptive, like by using vaginal foams, or by using spermicidal jellies, or by using tablets or suppositories or sperms. So first one is vaginal foams. So നമ്മളെ ഷേവിംഗ് ലോഷൻസിന് അല്ലെങ്കിൽ ഷേവിംഗ് ക്രീമിനൊക്കെ പോലെയുള്ള ഒരു ഫോം ആണ് vaginal foams എന്ന് പറയുന്നത്, which is packed in a tin and come in shaving cream like consistency. ഷേവിംഗ് ക്രീമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഫോമിന്റെ രൂപത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എയറോസോൾ രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ റിലീസ് സം ഫോംസ്. ഓക്കെ, ആൻഡ് ഇതിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we have to use, or we have to put this foam into an applicator. അപ്പോൾ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we have to use an applicator, and അപ്ലിക്കേറ്ററിന്റെ മുകളിൽ നമ്മൾ ഫോം അപ്ലൈ ചെയ്യും. Then we will insert this applicator into 2 or 3 inches inside the vagina, and then we will press the plunger. അപ്പോൾ ഇതൊരു സിറിഞ്ച് ലൈക്ക് അപ്ലിക്കേറ്റർ ആണ് ഈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്ലഞ്ചർ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് all the foam will get deposited on the cervix. Okay, so ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, since this is a chemical and ഒരു spermicidal ആയിട്ടുള്ള കെമിക്കൽ ആയിരിക്കും normally, so there is some chances for burning sensation inside the vagina. So if there is any kind of this kind of ADR, adverse drug reactions, we have to consult the doctor, and ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, വജൈനൽ ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, നൗ ഇറ്റ് ഈസ് നോട്ട് suitable if the woman or her partner is coping with HIV. So it will not prevent the STDs, sexually transmitted diseaseനൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജസ്റ്റ് ആൻഡ് കെമിക്കൽ മാത്രമാണ് വജൈനൽ ഫോം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ബാരിയർ. ഓക്കെ, now second type of other vaginal contraceptive, spermicidal jellies. So as the name indicate, this will be jelly which have a chemical which will kill the sperm. Okay, ഇത് സാധാരണഗതിയിൽ ട്യൂബിലാണ് വരിക, and that tube can be directly inserted to the vagina with the help of an applicator. And applicator cervixലോട്ട് എത്തുന്ന രീതിയിലാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യേണ്ടത്. So it will provide an protection from the pregnancy immediately after the application and last for 1 hour. So the problem with or disadvantage of this kind of other vaginal contraceptives is the duration of action. It will give an protection about 1 hour. Okay, so if it is used with the diaphragm ആണെന്നുണ്ടെങ്കിൽ the protection is up to 6 hours. ആസ് സച്ച് ഡയറക്റ്റ് ആയിട്ട് ജെല്ലിയാണ് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, സ്പെർമിസൈഡൽ ജെല്ലി ഡയറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഓൺലി 1 hour. സോ ഇഫ് യു ആർ അപ്ലൈയിങ് ദിസ് spermicidal jelly on a diaphragm, which is a physical barrier, which will give an protection about 6 hours. Okay, now last one is there is some spermicidal drugs are available in the form of solid form, just like tablets, suppositories or pessaries. Pessaries are the solid dosage form which are intended to insert in the vagina. ഓക്കെ, അപ്പോൾ അങ്ങനെ സോളിഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള സാധനങ്ങളാണ് ഈ ഒരു
അതർ ടൈപ്പ് ഓഫ് വജൈനൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സ്പെർമിസൈഡിൽ ഉള്ളതാണ്. സോ these tablets or suppository are pushed into the vagina to the close to the cervix as possible, and we have to wait for another 10 to 15 minutes to melt it into to form and foam. നമ്മൾ ഫോം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ടാബ്ലറ്റ് ഫോം ആയിട്ട് മെൽറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 10 to 15 minutes ആണ് യൂഷ്വലി ഇറ്റ് വിൽ ടേക്ക് ടു മെൽറ്റ് ഇറ്റ് ഇൻ ടു ആൻഡ് ഫോം ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ അതിനുശേഷമാണ് ഇറ്റ് ഈസ് അഡ്വൈസ് ടു ഹാവ് ഇന്റർകോഴ്സ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയതിനു ശേഷം മാത്രമാണ് ഇറ്റ് ഈസ് അഡ്വൈസ് ടു ഇന്റർകോഴ്സ്. ഓക്കെ, അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വിൽ ഗിവ് പ്രൊട്ടക്ഷൻ അബൌട്ട് 1 hour, and if required we have to use another tablet if the intercourse is prolonging. അപ്പൊ അതിനേക്കാളും 1 hour കൂടുതലാണ് നമ്മൾ ആവശ്യമെങ്കിൽ another tablet we have to use. Okay, so that is the third one, tablets or suppositories in their as a form of vaginal contraceptives. So that is all about the vaginal contraceptives. So നിങ്ങളെ സിലബസിൽ ഫോർത്ത് സെമസ്റ്റർ ബിഫാമിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഫോർത്ത് സെമസ്റ്റർ നഴ്സിംഗിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വജൈനൽ കോൺട്രാസെപ്റ്റീവ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളതും എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫിഗേഴ്സ് ആർ ജസ്റ്റ് ഫോർ ടു ഡെമോൺസ്ട്രേറ്റ്. അതൊന്നും നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നുള്ളത് നമ്മൾ ഇതിൽ ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ vaginal contraceptives.